നമ്മുടെ പെങ്ങളുടെ അടുത്തോ ഭാര്യയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ ഒരുത്തം വന്നിട്ട് തരോ എന്ന് ചോദിക്കാം വെറുതെ, നമുക്ക് പൊളിയോ? പൊളി. എന്ത് തരോന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിലെന്താ ചിന്തിക്കണ്ടേ? ചോദിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ മിണ്ടാതിരിക്കും? ഇല്ല, വരുന്നവൻ്റെ കർണക്കുറ്റി അടിച്ച് പൊളിക്കും. കാരണം എന്തെന്നുള്ളത് അവിടെ ചോദിക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ അത് എന്തുമായിട്ട് എടുക്കാം, മനസ്സിലായോ? അല്ലെങ്കിൽ അത് കളിയാക്കുന്നത് തുല്യമായിട്ട് എടുക്കാം. പ്രത്യേകിച്ച് സ്ത്രീകളോട് നമ്മളൊരു കാര്യം പറയുന്നത് ആലോചിച്ച് വേണം. കാരണം ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് ഗുണകരമാണ് എന്ന് ഇവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവരൊന്നും മിണ്ടില്ല. അതുകൊണ്ടാണ് ഹണിറോസ് ആ ഉദ്ഘാടന സമയത്ത് തിരിഞ്ഞു നിർത്തുന്നതും കുന്തിദേവിന്ന് വിളിച്ചിട്ട് ഹണിറോസ് ഒന്നും മിണ്ടാതിരുന്നത്. ഹണിറോസ് തനിക്ക് നേരെയുള്ള അശ്ലീല പരാമർശങ്ങൾക്ക് ചെയ്യുന്നവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നിയമയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം അവർ ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റിൻ്റെ അവസാനത്തെ കുറച്ച് വരെ ഞാൻ ഭരിക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, സമൂഹ മാധ്യമങ്ങളെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ, നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണിറോസ് എന്ന് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഒരു 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 നിയമ പോരാട്ടത്തിൻ്റെ തുടക്കമാണ്. ഹണിറോസിന് എത്ര വയസ്സുണ്ട് പറഞ്ഞേ? മിനിമം എത്ര വയസ്സുണ്ട്? എൻ്റെ ഉദ്ദേശം കറക്റ്റാണെങ്കിൽ ഒരു 30-35 വയസ്സുണ്ടല്ലോ. ഹണിറോസ് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ വിഷയങ്ങളിലോ അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു വിഷയത്തിലോ ഹണിറോസ് കയറി ഇടപെടുകയോ ഒരു നിയമ പോരാട്ടം നടത്തുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുകയോ ചെയ്യുന്നത് ജൂബി കണ്ടിട്ടുണ്ടോ? പിന്നെ എന്തിനാ ജൂബി നാടകം കളിക്കുന്നത്? ഇപ്പൊ ഹണിറോസിന് ഒരു ഈ ബോച്ചയെന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് വന്നപ്പോൾ ഞാൻ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി യുദ്ധം പ്രഖ്യാപിക്കുന്നു പറഞ്ഞ് എന്തുവാണ് ഇത് സംഭവിക്കുന്നത്? പൊതുവെ നമ്മൾ കാണുന്നൊരു സാധനമാണല്ലോ. പിന്നെ ഹണിറോസ് അതൊരു പരിധി വരെ എൻജോയ് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ജൂബി നേരത്തെ ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ട് വൈകി പോയെന്നുള്ളൊരു ചോദ്യം ചോദിക്കാനുള്ളൊരു കാരണം വന്നു കഴിഞ്ഞാൽ ഹണിറോസ് അത് കൃത്യമായി മാർക്കറ്റ് ചെയ്ത് ആളുകൾക്ക് കൃത്യമായി കമൻറ്റ് ചെയ്യാനുള്ള കണ്ടന്റ് ഇട്ട് കൊടുത്തു, കൃത്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെ ഒരു PR വർക്കിലൂടെയാണ് ഹണിറോസ് ഇപ്പം നമ്മൾ കാണുന്ന പോയിന്റോട്ട് നമ്മൾ കയറി വന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ എൻജോയ് ചെയ്തിരുന്നു. പക്ഷേ അന്നെല്ലാം ഹണിറോസിനെ ഏറ്റവും താഴെ കിടക്കുന്ന ഈ ഹണിറോസിന് ഹായ് എന്ന് പറയുന്ന സാധാരണ ആൾക്കാരാണ് ഈ കമൻറ്റ് ചെയ്തിരുന്നത്. അത് ഒരു ഹണിറോസിന് ബാധിക്കുന്ന വിഷയമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് അതല്ല. മിക്കവാറും ഹണിറോസ് ഉദ്ദേശിക്കുന്നത് ബോച്ചേനെയാണ് ഈ എയിം ചെയ്യുന്നത്. അപ്പോൾ ഈ കുന്തിദേവിന്ന് വിളിക്കുന്ന അതായത് ഒരു ഉദ്ഘാടനത്തിന് ബോച്ചയായിട്ട് നിന്നൊരു വിഷയത്തിലാണെന്നല്ലോ ഇത് തുടക്കം സംഭവിക്കുന്നത്. അന്ന് കുന്തിദേവിന്ന് വിളിച്ചതും ഹണിറോസിനെ തിരിഞ്ഞ് നിൽക്കുന്നു പറഞ്ഞപ്പോഴൊന്നും ഹണിറോസ് പ്രതികരിച്ചില്ല. അന്ന് ഹണിറോസ് അത് പേയ്മെൻറ്റിനായിരിക്കും അത് പോയി ചെയ്തത്, അന്നൊന്നും പ്രതികരിച്ചില്ല. ഇപ്പോൾ പിന്നെയും ബോച്ചയുടെ ഒരു ക്യാരക്ടർ അറിയില്ല. ബോച്ചനെ സംബന്ധിച്ചിട്ട് ബോച്ചയ്ക്ക് ഒരു കോപ്പുമില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമി, ഇതിനിടയിൽ ബോച്ച ജീവിക്കുന്നു, ബോച്ച സമ്പാദിക്കുന്നു, ബോച്ച ജീവിക്കുന്നു. അതായത് ബോച്ചയ്ക്ക് ഒരു കൺസേണും ഇല്ല. അല്ലെങ്കിൽ അതിങ്ങനെ പറയുന്നതല്ല. ബോച്ച ആരോടും മോശമായിട്ട് പെരുമാറുമെന്ന് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ബോച്ച എപ്പോഴും കേൾക്കുന്ന ആളുകൾക്കും വരുന്ന മീഡിയയ്ക്കും ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള ലെവലിൽ ഏത് ലെവൽ ഓഫ് ഒരു സെക്ഷൽ ടോക്കിലോട്ടും ഒരു പക്ഷേ ബോച്ച പോവാം. അത് ഇൻഡയറക്റ്റ് അതിനെ ഒരിക്കലും നമുക്ക് നിയമപരമായിട്ട് നമുക്ക് നേരിടാൻ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, പക്ഷേ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പിന്നെ എന്തായാലും ഹണിറോസിന് അങ്ങനെ ഒരു പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ഹണിറോസ് അത് പിന്നെ പെയിൻ പഴയ പെയിനാണോ പുതിയ പെയിനാണോ എന്ന് പെയിൻ അർത്ഥമൊന്നുമില്ല. അതിനകത്തൊരു വേറെ സംഭവം പറഞ്ഞാൽ ഇപ്പം ബോച്ചയുടെ ഒരു രീതി എല്ലാവർക്കും അറിയാം. അത് എനിക്കിപ്പം നേരത്തെ പറഞ്ഞ അന്നത്തെ ഒരു ചടങ്ങിൽ വെച്ച് സംസാരിച്ചപ്പോൾ അത് ജസ്റ്റ് ജോക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ വിട്ടുകളയാം, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഈ അടുത്ത് നടന്ന ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ പിന്നെയും അതേക്കുറിച്ച് പരാമർശം ഉണ്ടായി. ഇത് കോട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലും ഹണിറോസിനെതിരെ അതേ അർത്ഥത്തിൽ വരുന്ന ഡയലോഗുകൾ കൂടാൻ തുടങ്ങി. ഇപ്പം ലേറ്റസ്റ്റ് ഒരു വാർത്ത അനുസരിച്ച് ഇങ്ങനെ അശ്ലീല പരാമർശം എഴുതിയ ഒരാളെ അറസ്റ്റ് രേഖപ്പെടുത്തുക വരെ ചെയ്തു. എനിക്ക് നേരത്തെ വായിച്ചാൽ ഒരു പോയിന്റ് ഒരു മാറ്റം എനിക്കെന്ന് തോന്നിയെന്ന് അറിയാമോ? കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണിറോസ് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹണിറോസിന് വേണ്ടി യുദ്ധം ചെയ്താൽ മതി, മനസ്സിലായോ? കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള ഡയലോഗ് ഇത് നമ്മൾ പഴഞ്ചൻ ഡയലോഗാണ്. ഞാൻ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി, ഞാൻ എല്ലാ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി. ഇതൊക്കെ ഒരു ക്ലീശ സാധനം. ഇത് ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റുമാരോ മറ്റാരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ടൈപ്പ് സാധനം. അതൊന്നും വേണ്ട. അവനവന് വേണ്ടി വന്നു. ഹണിറോസ് സമ്പാദിക്കുന്നത് ഹണിറോസിൻ്റെ വീട്ടിലോട്ടും ഹണിറോസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഹണിറോസിൻ്റെ ഇഷ്യൂ വരുമ്പോൾ അത് ഹണിറോസ് മാത്രം കൈകാര്യം ചെയ്യുക. എനിക്കൊരു ഇഷ്യൂ വരുമ്പോഴും
ഞാൻ റോജിന് വേണ്ടി ഫൈറ്റ് ചെയ്താൽ മതി. ഞാൻ അല്ലാതെ ഈ ലോകത്തുള്ള എല്ലാ പുരുഷന്മാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ ആളെ കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഫൈറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഈ ആളെ കൂട്ടിയിട്ടുള്ള ഫൈറ്റിങ് അത് ഭയങ്കര ഒരു ബോറം പരിപാടിയാണ്. അവനവന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന അല്ല, വെറുതെ വെച്ചാൽ നമ്മൾ എന്ത് കളി കളിക്കുന്നത്, ഗെയിം ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ജയിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കാം, രണ്ടർത്ഥത്തിൽ പറയാം. ഈ പറയുന്ന പോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്കുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡയലോഗുകൾ കേൾക്കുന്ന സ്ത്രീകൾ പൊതുവെ ഫ്രീസ് ആയി നിൽക്കുകയായിരിക്കും. അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ ഇങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇതിൻ്റെ മറ്റൊരു വശം നോക്ക്. അതായത് നമ്മുടെ കേരളത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്നത് ഇതൊന്നും അല്ല വിഷയം, മനസ്സിലായി? ആ വിഷയം എന്താണെന്നുള്ള ബോധമില്ലാത്തതുകൊണ്ടാണ് ആരോ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തതിന് പ്രതികരിച്ച് നിയമപോരാട്ടം നടത്തുന്നത്. ഇതൊരു പ്രിവിലേജ് ആളുകളായ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇഷ്യൂസാണ്. സോഷ്യൽ മീഡിയയിൽ തുണി ഉരിയുന്ന, സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ മറ്റേ അത്യാവശ്യം സെക്ഷുവൽ കണ്ടൻറ്റുകൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ സെക്ഷൽ ടോക്ക് നടത്തുന്ന, ഇങ്ങനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ ജീവിക്കുന്ന സ്ത്രീകൾ മാത്രം നേരിടുന്ന പ്രശ്നമാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ആരെങ്കിലും വിഷയം നേരിടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം അവർ മാന്യമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, അവർ തിരിച്ചു പോകുന്നു. എന്ന് വെച്ചാൽ ഹണി റോസ് മാന്യത കുറവ്. എനിക്ക് ഹണി റോസിൻ്റെ ഡ്രസ്സിലൊന്നും ഒരു മാന്യത കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വളരെ നല്ല ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ കുറച്ചുകൂടി ഒരു എക്സ്പ്ലോറിങ് കൊടുക്കുമ്പോൾ ഹണി റോസ് അതുപോലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ന് കരുതി ഇതൊന്നും സ്ത്രീകളുടെ വിഷയമല്ല. സ്ത്രീകൾക്ക് വേറെ വിഷയമുണ്ട്, അത് അഡ്രസ്സ് ചെയ്തിട്ട്. അതല്ലാതെ ഹണി റോസിൻ്റെ വിഷയം ഇതിപ്പോൾ എനിക്കിത് ആദ്യം കഴിയുമ്പോഴേ ചിരി വന്നു. കാരണം അവനവൻ്റെ കാര്യം പറഞ്ഞിട്ടൊക്കെ പോകുന്നത് നല്ലത്. അല്ല, ഈ ബേസിക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു നമ്മൾ പറയത്തില്ലേ, നമ്മൾ FIR പരാതി എഴുതുമ്പോൾ കുറച്ച് കൂട്ടി എഴുതണം, അല്ലെങ്കിൽ വക്കീലന്മാർ കുറച്ച് സാധനങ്ങൾ എഴുതി ചേർക്കും, അതിൻ്റെ ഒരു മറ്റേ കേസ് ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ. ബോച്ചനെ സംബന്ധിച്ച് ബോച്ചയ്ക്ക് അങ്ങനെ ഒരു പേടിയൊന്നുള്ള കൂട്ടത്തിലൊന്നും. ഇപ്പൊ ജുബി നേരത്തെ പറഞ്ഞില്ലേ ഏതോ ഒരുത്തനെ അറസ്റ്റ് ചെയ്തു. അപ്പൊ എന്താ ബോച്ചനെ എന്താ അറസ്റ്റ് ചെയ്യാത്ത? ഈ പറയുന്ന ഹണി റോസിനെ കാണിക്കണം, തിരിഞ്ഞു നിർത്തണമെന്നും പറഞ്ഞ് നിർത്തിയപ്പോഴൊന്നും ഒരു പരാതി കൊടുത്തില്ലല്ലോ. അത് പറ്റൂല്ലോ ജുബി. കാരണം മനസ്സിലായി, അതൊക്കെ അവരുടെ കയ്യിലൊക്കെ പൈസയുണ്ട്, പണമുണ്ട്, പദവിയുണ്ട്, മനസ്സിലായി, ആ ഒരു ഹോൾഡിംഗ് ഉണ്ട്. സാധാരണക്കാരനെ ഒരുത്തരം കമൻറ്റ് ചെയ്താൽ വേണമെങ്കിൽ അവൻ്റെ വീട്ടിൽ കയറി പിടിച്ചിട്ട് പോയിട്ട് ഞങ്ങളിങ്ങനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് വേണമെങ്കിൽ പോലീസിനെ കാണിക്കാതെ അപ്പുറത്തോട്ട് എന്താ ചെയ്യാൻ പറ്റുക? ബോച്ചേനൊന്നും തൊടാൻ പറ്റില്ല, മനസ്സിലായി? നമ്മളിവിടെ നിന്ന് ഈ കഥ ബോച്ച ഇനിയും പറയും. ഇപ്പം ഞാൻ കാര്യം പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻ്റർവ്യൂവിൽ എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ വെടിയെന്നല്ലോ നടിയെന്നല്ല പറഞ്ഞതെന്ന്. നമുക്കവിടെ എന്ത് പറയാൻ പറ്റും? കാരണം ബോച്ചയ്ക്ക് കൃത്യമായ ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ബോച്ചയുടെ ഒപ്പം ഉണ്ട്. അപ്പം നമ്മളിവിടെ ഇരുന്ന് ഇതെല്ലാം ഒരു പബ്ലിക് സ്റ്റാൻഡാണ് ജുബി, അല്ലേ? ഹണി റോസ് കാണിക്കുന്നതും ഒരു പബ്ലിക് സ്റ്റാൻഡാണ്, ബോച്ച കാണിക്കുന്ന ഒരു പബ്ലിക് സ്റ്റാൻഡാണ്. ബോച്ചേനെ കൃത്യമായി മാർക്കറ്റിംഗ് ചെയ്ത് കൃത്യമായി ആ ഒരു പോയിന്റിലോട്ട് കൊണ്ട് എത്തിച്ച് ബോച്ചയിലൂടെയാണ് ബോച്ച ബിസിനസ് മുഴുവനും എടുക്കുന്നത്. അല്ല, അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ബോച്ച തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു വർഷം പരസ്യത്തിന് വേണ്ടി കൊടുക്കുന്ന പൈസ ഇപ്പം എനിക്ക് ലാഭമാണ്. എല്ലാ സ്ത്രീകളും നല്ല സുഹൃത്തുക്കളൊന്നുമല്ല. ഇപ്പം കാരണം ഇവർ പല രീതിയിലുള്ള മെൻറ്റാലിറ്റിയിലൂടെ കടന്നു വരുന്ന പക്ഷേ കുറേ സ്ത്രീകളൊക്കെ നമ്മൾ ആൺകുട്ടികളുടെ മൈൻഡോടെ തന്നെ നിന്ന് നമ്മളോട് സംസാരിച്ച് നമുക്ക് ഏത് ലെവൽ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം, നമ്മുടെ എന്ത് കാര്യങ്ങളും തുറന്നു പറയാം. അതൊരു ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലുള്ളൊരു ആ ഒരു ഡബിൾ സ്റ്റാൻഡോടെ എടുക്കാത്ത പെൺകുട്ടികളൊക്കെ നമുക്ക് ഒരുപാട് സ്ത്രീകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ബാക്കി ഭൂരിപക്ഷം അങ്ങനെയല്ല. ഇവരെപ്പോൾ വേണമെങ്കിലും കളം മാറ്റി ചവിട്ടും. ഇവരെപ്പോൾ വേണമെങ്കിലും ഇവർ പ്രിവിലേജ് ഉപയോഗിക്കും. നമുക്ക് ആ പ്രിവിലേജ് ഇല്ല. പുരുഷന്മാരെ സംബന്ധിച്ച പ്രിവിലേജ് ഇല്ല. സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും പ്രിവിലേജ് ഉപയോഗിക്കാം. കഴിഞ്ഞ വർഷം നടന്നോ 10 വർഷം മുന്നേ നടന്നോ, ഇപ്പം നമ്മുടെ അമ്മ സംഘടനയിൽ പീഡന പരാതി ഇങ്ങനെ 10 വർഷം മുന്നേ നടന്ന വിഷയം പോലും അവർക്ക് ഇപ്പോൾ എടുത്ത് അവർക്ക് വേണമെങ്കിൽ അവരുടെ സ്ത്രീ എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് അവർക്ക് വേണ്ടി ഒരു കേസ് ഫയൽ ചെയ്യാം. ഹണി റോസ് എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് കുറച്ച് മുൻപ് എടുക്കണമായിരുന്നു. പിന്നെ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇതിപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സംഭവമാണ്. ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഹണി റോസിന് ഇത്രയും ഇൻസൾട്ട് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോച്ച കണ്ടിന്യൂ പറയുന്നതുകൊണ്ടായിരിക്കും അവനെ ബോച്ചയ്ക്ക് ചൊറിയുടെ സ്വഭാവത്തിന് കൂടുതൽ. ബോച്ചയുടെ കുഴപ്പമില്ലായിരിക്കാം, മറ്റ് വരുന്ന ആൾക്കാർ ഇതിലും ഭീകരമായിരിക്കും. ജുബി ഇത് ഹണി റോസ് ആദ്യമായിട്ടൊന്നും കാണുന്നതെന്ന് ജുബിക്ക് തോന്നുന്നു. ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഫാൻസ് കയറി ചിലപ്പോൾ ഒന്നുകൂടി കയറി കുറച്ച് ഓവറാക്കുന്നുണ്ടോ, അതായിരിക്കും കാരണം.